हरि ओम। ओम सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। शान्ताकारं भुजगशयनं पद्मनाभं सुरेशं विश्वाधारं गगनसदृशं मेघवर्णं शुभङ्गं लक्ष्मीकान्तं कमलनयनं योगिहृद्यानगम्यं वन्दे विष्णुं भवभयहरं सर्वलोकैकनाथम्। ഇന്നും 43, 44 ശ്ലോകങ്ങൾ ചെല്ലാം. രാമോ വിരാമോ വിരതോ മാർഗോ നേയോ നയോ നയാ വീരശക്തിമതാം ശ്രേഷ്ഠോ ധർമ്മോ ധർമ്മവിദുത്തമാ വൈകുണ്ഠഃ പുരുഷഃ പ്രാണദഃ പ്രണവഃ പ്രഭു ഹിരണ്യഗർഭഃ ശത്രുഘ്നോ വ്യാപ്തോ വായുരഥോഷജ. ഇന്ന് നമ്മൾ എടുക്കുന്ന നാമം 403 ധർമ്മ. ധർമ്മ എന്ന് വെച്ചാൽ ധരിക്കുന്നവൻ, ധർമ്മത്താൽ ആരാധിക്കപ്പെടുന്നവൻ, അങ്ങനെയുള്ള അർത്ഥങ്ങളൊക്കെയാണ് പറയുന്നത്. ഇതിനു മുമ്പ് 3-4 നാമം ഈ അർത്ഥം വരുന്ന നാമങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട് നമ്മൾ. വൃഷാകവി, വൃഷകർമ്മ, വൃഷാകൃതി, ധർമാധ്യക്ഷ, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതെല്ലാം കാണിക്കുന്നത് ഭഗവാൻ ധർമ്മസ്വരൂപനാണ് എന്നാണ് കഴിഞ്ഞിട്ടുള്ള നാമങ്ങളൊക്കെ. ഇവിടെ ജുങ് ധാരണ എന്നുള്ള അർത്ഥത്തിലാണ്. ധാരണ, ജുങ് ധാരണ എന്ന അർത്ഥത്തിലാണ്. അതായത് ധരിക്കുന്നവൻ, സർവഭൂതജാലങ്ങളെയും ഭഗവാൻ ധരിക്കുന്നു. അതിനാൽ ധരിക്കുന്നു മീൻസ് താങ്ങുന്നു, സപ്പോർട്ടർ. അതിനാൽ ഭഗവാൻ ധർമ്മ. ഇത് അതിസൂക്ഷ്മമായ ധർമ്മമായതുകൊണ്ട് എളുപ്പത്തിൽ ആർക്കും മനസ്സിലാക്കാനും സാധിക്കില്ല. ഈ ഭഗവാൻ ധരിക്കുന്നു ലോകം എന്ന് പറയുമ്പോൾ ആ ധർമ്മ അർത്ഥത്തിന് വളരെ സൂക്ഷ്മമായിട്ടുള്ള അർത്ഥമാണുള്ളത്. അത് പെട്ടെന്ന് നമുക്ക് സാധാരണ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് സാധാരണക്കാർക്ക്. അതുകൊണ്ടാണ് ആ 10-11 വയസ്സായിട്ടുള്ള നചികേതസ് യമധർമ്മ മഹാരാജാവിൻ്റെ അടുത്ത് പോയിട്ട് തനിക്ക് മരിച്ചു കഴിഞ്ഞാൽ എന്താ ഈ ആത്മാവിനുണ്ടാവുക എന്നും ആത്മാവ് എന്ന് വെച്ചാൽ എന്താണ് എന്നും എന്നുള്ള ആത്മസാക്ഷാത്കാരത്തിനെ കുറിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയും, ധർമ്മം എന്ന് പറയുന്നത് എൻ്റെ നചികേതസെ അത് എത്ര എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്നതല്ല. നിനക്ക് വല്ല മാറ്റി ചോദിക്കാനുള്ള വരം വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കുക, നിനക്ക് ഞാൻ രാജ്യസിംഹാസനം തരാം, നീ കുറേ കാലം പോയിട്ട് രാജ്യം ഭരിച്ചു അങ്ങനെ രാജാവാക്കാം, കുറേ സ്വത്തുക്കൾ, മുതലുകൾ, പാടങ്ങൾ, കണ്ടങ്ങൾ, ആന, കുതിര, ഒട്ടകം എല്ലാം നിനക്ക് തരാം, ജന്മജന്മാന്തരങ്ങളായിട്ട് 4 തലമുറയ്ക്കുള്ളത് നിനക്ക് തരാം ഞാൻ. അതുകൊണ്ട് ധർമ്മത്തിനെ കുറിച്ച് നീ ചോദിക്കേണ്ട, വേറെ ഏതെങ്കിലും ഉത്തരം ശരിക്കും മനസ്സിലാവുന്ന ചോദ്യങ്ങൾ വല്ലതും ഉണ്ട് ചോദിക്കുക. ഞാൻ ഉത്തരം പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ലല്ലോ എൻ്റെ ഉണ്ണി. അജയനസ് പറഞ്ഞു, ന വിത്തേന തർപ്പണീയോ മനുഷ്യ, നിങ്ങൾ ഈ വിത്തം തരും, ഞാൻ അങ്ങോട്ട് പോവും, കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ഓട്ടപാത്രത്തിലിട്ട പോലെ അത് കാലിയാവും. അത് കഴിഞ്ഞാലോ എനിക്കതൊന്നും വേണ്ട, എനിക്ക് തന്നെ വേണം. അപ്പോൾ അതാ നചികേതസ് നഹി സുവിജ്ഞേയ അനുരേഷധർമ്മ എന്ന് കഥോപനിഷത്തിൽ പറയും. അത് ഞാൻ പറയാൻ കാരണം
ഇത് എളുപ്പത്തിൽ അറിയാവുന്ന ഒരു വിഷയമല്ല. കാരണം അത്യസൂക്ഷ്മമാണ്, അതിസൂക്ഷ്മമായിട്ടുള്ളതാണ്. നഹി സുവിജ്ഞേയ, എളുപ്പം മനസ്സിലാകില്ല. സുവിജ്ഞേയ നഹി അണുരേഷധർമ്മ, വളരെ അണുവിനെ പോലെ പ്രാധാന്യമുള്ളതാണ്. വളരെ വളരെ അണുവിനെ പോലെ സൂക്ഷ്മമുള്ളതാണ്. അത്ര സൂക്ഷ്മമാണ് ഈ ധർമ്മം എന്നുള്ള വാക്ക്. മനസ്സിലായോ? അതെന്താ കാരണം വെച്ചാൽ രണ്ടക്ഷരമുള്ളതിനെ. സംസ്കൃതത്തിൽ രണ്ടക്ഷരക്കാരാ എപ്പോഴും അപടക്കാരെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ധർമ്മ എന്നുള്ള വാക്കിന് ഒരു 1000 ഷെയ്ഡുണ്ട്. 1000 പോരാ, 1000 കണക്കിന് ഷെയ്ഡുകളുണ്ട്. ധർമ്മം ഏതാണെന്നും അധർമ്മം ഏതാണെന്നൊക്കെ മനസ്സിലാക്കാൻ വളരെ വളരെ ബുദ്ധിമുട്ടാണ്, വളരെ ബുദ്ധിമുട്ടാണ്. എത്ര ഉപനിഷത്തുകൾ പഠിച്ചാലും അത് മനസ്സിലാക്കി ആചരണത്തിൽ വരുത്തുക എന്ന് പറയുന്നത് പിന്നെയും മനസ്സിലാവും. ആചരിക്കാൻ അങ്ങോട്ട് എത്തുമ്പോൾ ധർമ്മമാണോ അല്ല എന്നല്ല എനിക്ക് തോന്നുന്നത് എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങും നമ്മൾ. കാരണം ഇതിൻ്റെ ഷെയ്ഡ് വളരെ വേരിയഡ് ഷെയ്ഡാണ്. ഒരു വീട്ടിൽ പെയിൻറ്റിങ് അടിക്കാന്നൊക്കെ പറഞ്ഞാൽ ബ്രൗൺ ഷെയ്ഡ് അടിച്ചോളോട്ടെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ സംസാരിക്കും ബ്രൗൺ ഷെയ്ഡ് എന്ന് വെച്ചാൽ ബ്രൗൺ ഷെയ്ഡ് എന്ന് പറയും. എന്നാൽ ബ്രൗൺ ഷെയ്ഡ് അടിക്കാമല്ലേ എന്ന് നമ്മൾ കുട്ടികളോട് ചോദിക്കുമ്പോൾ കുട്ടികൾ പുറത്തുനിന്ന് പറയുന്ന അച്ഛാ ബ്രൗൺ ഷെയ്ഡ് അടിച്ചോളൂ, സിറ്റിംഗ് റൂമിലെ ബ്രൗൺ ഷെയ്ഡ് അടിച്ചോളൂ. നമ്മൾ വിചാരിക്കും കാര്യമൊക്കെ തീർന്നു എന്ന്. ഇത് കഴിഞ്ഞ് ഏഷ്യ പെയിൻറ്റോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബർജർ പെയിൻറ്റോ ഒക്കെ ചെന്നിട്ട് ഒരു പെയിൻറ്റിങ്ങിൻ്റെ കോൺട്രാക്റ്റൊക്കെ കൊടുത്ത് ബ്രൗൺ ഷെയ്ഡ് മതി എന്നാണ് കുട്ടികൾ പറഞ്ഞേക്കണം കേട്ടോ, ബ്രൗൺ ഷെയ്ഡ് അടിച്ചോളൂ എന്ന് പറഞ്ഞാൽ ആ ശരിയെന്നും പറഞ്ഞ് അവൻ ഒരു കാറ്റലോഗ് കൊണ്ട് കൊണ്ടുവരും. സാറേ ഇതിൽ ഏത് ഷെയ്ഡാണ് വേണ്ടതെന്ന് നോക്കിയാൽ ശരിയായിരുന്നു. ഈ ബ്രൗൺ ഷെയ്ഡ് എന്ന് പറയണതിൽ ഒരു 4 പേജുണ്ട്, വേരിയസ് ഗ്രേഡ്സ് ആൻഡ് ഷെയ്ഡ്സ്. ആ എല്ലാം ബ്രൗൺ തന്നെയാണ്. ബ്രൗൺ എന്ന് പറയുന്നതിന് 4 പേജാണ് അവൻ്റെ അടുത്ത്. ഓരോ പേജിലും 5ഉം 10ഉം ഷെയ്ഡുകളുണ്ട് ബ്രൗണിൻ്റെ തന്നെ. അപ്പോൾ 10-40 ഷെയ്ഡ് ബ്രൗൺ തന്നെയുണ്ട്. ഇതിൽ ഏത് ഷെയ്ഡാണ് ഞാൻ ചൂസ് ചെയ്യുക? എല്ലാം ബ്രൗണാണ്. വേരിയിങ് ഡിഗ്രീസ് ആണ് ഈ ധർമ്മം എന്ന് പറയുന്നത്. ബുദ്ധിമുട്ട് വളരെ മനസ്സിലാക്കാൻ. ഒരു സുപ്രീം കോടതി ജഡ്ജി മുഖം നോക്കാതെ ന്യായം മാത്രം നോക്കിയിട്ട്, ന്യായവും നീതിയും നിയമവും നോക്കിയിട്ട് ഒരു വിധി പറയാം. മുഖാമുഖങ്ങളൊന്നും നോക്കില്ല. അതുകൊണ്ട് അവർ കണ്ണുകെട്ടി നീതി കണ്ണുകെട്ടിയിരിക്കണം. എന്താ പറയുക, പ്രതിമ അവിടെ കണ്ണുകെട്ടുക. ആരാണ് എൻ്റെ മുമ്പിൽ വന്നിരിക്കണമെന്ന് എനിക്കറിയില്ല. എന്താണ് വാസ്തവം സത്യം എന്ന് എനിക്കറിയാം. എന്താണ് എൻ്റെ മുമ്പിലുള്ള കേസെന്ന് എനിക്കറിയാം. എന്താ എൻ്റെ ഇഷ്യൂ എന്ന് എനിക്കറിയാം. അതിൻ്റെ നിയമം എന്താണെന്ന് എനിക്കറിയാം. അതിൻ്റെ പ്രതിനിധി എന്താണെന്ന് എനിക്കറിയാം. എനിക്ക് ഒരാളെ നോക്കാം, എൻ്റെ അയൽവാസിയാണോ ദരിദ്രവാസിയാണോ ഇതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല. അങ്ങനെ വിധി പറയുന്ന ഒരു ജഡ്ജി അദ്ദേഹത്തിൻ്റെ ധർമ്മമാണ് പ്രവർത്തിക്കുന്നത്. അത് നല്ലതായാലും എനിക്ക് നല്ലത് വന്നാലും അന്യായക്കാരന് നല്ലതായാലും അന്യായക്കാരന് ദോഷമായാലും അദ്ദേഹം ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ധർമ്മം എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. അത് മാറ്റി എഴുതപ്പെടാം, അവിടെയും കുഴപ്പമില്ല. എന്തു തന്നെയായാലും ആ സുപ്രീം കോടതി ജഡ്ജിന്നത് അദ്ദേഹം ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ധർമ്മം. അങ്ങേറ്റ അത് മുതൽ വിഷ്ണു അമ്മയെ വല്ലതും തരുമോ, 10 പൈസ തരുമോ എന്ന് പറഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഉറക്കം കെടുത്താനായിട്ട് ചില ആൾക്കാർ പാത്രവും പിടിച്ചിട്ട് വീട്ടിലേക്ക് വരും. 2-2:30 ആവും വരിക. പൈസ ഇട്ടിട്ട് ഇങ്ങനെ കിലുക്കിയിട്ട് പാത്രത്തിൽ കിലുക്കി എല്ലാം ഭക്ഷണം തരുമോ, കഴിച്ചിട്ട് 4-5 ദിവസമായി, അല്ലെങ്കിൽ വല്ലതും പൈസ തരുമോ, ചില്ലറ പൈസ വല്ലതും തരുമോ എന്ന് പറയും. എല്ലാവരും വീട്ടിലുറക്കാവും. മുത്തശ്ശി ഉണർന്നിട്ട് പറയും, ജാനുവോ നീയേ ആ ധർമ്മക്കാർ വന്നിട്ടുണ്ട്, എന്താ വെച്ചാൽ എന്തെങ്കിലും കൊടുത്ത് പറഞ്ഞയക്കായിരുന്നു. ആര് വന്നു? ധർമ്മക്കാരൻ. അവൻ്റെ പേരെന്താ? ഇരക്കാൻ നടക്കുന്നവൻ്റെ പേര്, പിച്ചയ്ക്ക് നടക്കുന്നവൻ്റെ പേര് ധർമ്മക്കാരൻ. അതും ധർമ്മമാണ്. ഭിക്ഷ കൊടുക്കുന്നതും ധർമ്മമാണ്, ഭിക്ഷ വാങ്ങിക്കുന്നതും ധർമ്മമാണ്, ജഡ്ജ്മെൻ്റ് എഴുതുന്നതും ധർമ്മമാണ്. നോക്കുക, അതിൻ്റെ ഒരു വേരിയിങ് ഡിഗ്രി. വളരെ ബുദ്ധിമുട്ടാണ് നിർണ്ണയിക്കാൻ ഏതാണ് ധർമ്മം. ഒരു ഗിവൺ കോണ്ടെക്സ്റ്റിൽ, ഒരു ഗിവൺ സിറ്റുവേഷനിൽ ഏതാണ് ധർമ്മം ഏതാണ് അധർമ്മം എന്ന് നിയന്ത്രിക്കാൻ വലിയ ബുദ്ധിമുട്ട്. അർജുനന് പറ്റിയില്ലേ? യുദ്ധം ചെയ്യണതാണോ ധർമ്മം, സന്യാസം സ്വീകരിക്കേണ്ടതാണോ ധർമ്മം? വെരി ഡിബേറ്റബിൾ പോയിന്റ്.
സംശയം തീർത്തു കൊടുക്കാൻ, കൺഫ്യൂഷൻ തീർത്തു കൊടുക്കാൻ ഭഗവാൻ തന്നെ വേണ്ടി വന്നു, അല്ലേ? അപ്പോൾ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ധർമ്മം എന്നുള്ള വാക്കിന് വളരെ വ്യാപ്തി കൂടുതലാണ്. അത് സൂക്ഷിച്ചിട്ട് വേണം നമ്മളത് കൈകാര്യം ചെയ്യാൻ. ഭാസ്കരാചാര്യൻ സംവർത്ത സ്മൃതിയിൽ നിന്ന് ഉദ്ധരിക്കാറുണ്ട്. യസ്മിൻ ദേശേ ആചാര പരമ്പരക്രമാഗത ആത്മാനൈരവിരുദ്ധ്യ സ്വധർമ്മ പരികീർത്തിതേ. വേദത്തിന് വിരുദ്ധമല്ലാത്ത മട്ടിൽ ആംനോ ഐ അവിരുദ്ധശ്ച, വേദങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ളത്, വിരുദ്ധമല്ലാത്തത് അത് അല്ലാത്ത മട്ടിൽ ഒരു ദേശത്ത് യസ്മിൻ ദേശേ ആചാര പരമ്പരക്രമാഗത, യസ്മിൻ ദേശേ ആചാര പരമ്പരക്രമാഗത ആംനായൈരവിരുദ്ധശ്ച, ധർമ്മത്തിന് വിരുദ്ധമല്ലാത്തത് സ ധർമ്മ പരികീർത്തിതേ. അപ്പോൾ ഒരു ദേശത്ത് പരമ്പരാഗതമായിട്ട് അനുവർത്തിച്ചു പോരുന്ന ആചാരത്തെ ധർമ്മമെന്ന് പറയുന്നു. അപ്പോൾ നോക്കൂ, മനുഷ്യൻ ആചരിക്കുന്നത് ധർമ്മമാണ്. ആരാചരിക്കുന്നത്? ഒരു ദേശത്ത് ധർമ്മത്തിന് വിരുദ്ധമല്ലാതെ, വേദത്തിൽ പറഞ്ഞിരിക്കുന്ന ചിട്ടകൾക്ക് വിരോധമല്ലാതെ, വേദം മീൻസ് ഇൻക്ലൂഡിങ് ഉപവേദാസ്, സ്മൃതികളും എല്ലാം പറഞ്ഞിരിക്കുന്ന വിരുദ്ധമല്ലാതെ ന്യായമായിട്ടുള്ള മാർഗത്തിലൂടെ ഒരു ദേശത്ത് പരമ്പരാഗതമായിട്ട് ഫോർ എ ലോങ് പീരിയഡ് ഓഫ് ടൈം അനുവർത്തിച്ചു പോരുന്ന ആചാരത്തെയാണ് ധർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ നോക്കൂ, എത്ര ദേശങ്ങളുണ്ട് അവിടെ, എത്ര പരമ്പരാഗതങ്ങളായിട്ട് വന്നു, എത്ര ധർമ്മങ്ങൾ ഇവിടെ വന്നുപോയി. ചില കാലത്ത് ചില കാര്യങ്ങൾ ധർമ്മവും, ചില കാര്യങ്ങൾ അധർമ്മവും. സതി ഒരു കാലത്ത് ധർമ്മമായിരുന്നു, ഇപ്പോൾ ധർമ്മമാണോ? അല്ല. ഇങ്ങനെ നമ്മൾ ധർമ്മമെന്ന് വിചാരിക്കുന്നതൊക്കെ മാറും. അപ്പോൾ അന്നന്ന് അതാത് കാലത്തെ ശ്രേഷ്ഠ പുരുഷന്മാർ അനുവർത്തിച്ചു പോരുന്ന സത്യം, ക്ഷമ, സന്മാർഗനിഷ്ഠ, ത്യാഗം, ഇവയാണ് ധർമ്മപരമായി പരിഗണിക്കപ്പെടുന്നത്. ആ ഗിവൺ പീരീഡ് ഓഫ് ടൈമിൽ ആ ധർമ്മമാണ് സമൂഹത്തിന് മാർഗദർശനം നൽകുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു സമൂഹത്തിൽ സർവത്ര പരന്ന് ഒഴുകുന്ന ഒരു സുലഭ വസ്തു അല്ല ധർമ്മം. എവിടെ വേണമെങ്കിൽ കിട്ടും, അങ്ങനെ പുഴ പോലെ ഒഴുകണു, അതുമല്ല ധർമ്മം. പക്ഷെ എന്നാൽ ഒരിക്കലും ധർമ്മരഹിതമായ ഒരു സമൂഹം ഉണ്ടാവില്ല. ഏത് കാലത്തും എവിടെയും ധർമ്മരഹിതമായിട്ടുള്ളൊരു സമൂഹം ഉണ്ടാവില്ല. അധികം കാലം നിലനിൽക്കില്ല അതുണ്ടെങ്കിൽ തന്നെ. കൗരവർക്ക് പറ്റിയില്ല, അതാ അധർമ്മമായിട്ടുള്ളൊരു സമൂഹം പടുത്തെടുക്കാൻ സമ്മതിച്ചു. നോക്കി, കൃഷ്ണൻ സമ്മതിച്ചില്ല. അതിന് എന്ത് വില കൊടുത്തും ധർമ്മം പുനഃസ്ഥാപിക്കും. എത്ര അധർമ്മമായാലും ആ ധർമ്മം ആ സമൂഹത്തിലെ ഉമിയിലെ ഒരു കനല എന്ന പോലെ എവിടെയെങ്കിലും സൂക്ഷ്മമായി കിടക്കുന്നുണ്ടാവും ധർമ്മത്തിൻ്റെ ഒരു തീപ്പൊരി. അത് പൊട്ടിത്തെളിച്ച് പുഷ്പിച്ച് ഫലിച്ച് പടർന്നുകൊണ്ടേയിരിക്കും. പെട്ടെന്ന് നോക്കിയാൽ കാണില്ല, ഉമിയുടെ ഉള്ളിലാവും തീയ്, കനൽ കരി, ചെറിയൊരു തീപ്പൊരി. അതിങ്ങനെ തീപിടിച്ച് അതിൻ്റെ എന്താ പറയുക, സ്ഫുരണങ്ങളൊക്കെ മേപ്പോട്ട് വരും.
ധർമ്മത്തിൽ ഉള്ളൊരു പ്രത്യേകത അത് എപ്പോഴും നശിക്കില്ല. പുറത്തേക്ക് വരാൻ കുറച്ച് സമയമെടുക്കും. ഇറ്റ് മേ ബി അൺമാനിഫെസ്റ്റ് ബട്ട് ഇറ്റ് സ്റ്റിൽ എക്സിസ്റ്റ്സ്. അപ്പോൾ ധർമ്മത്താൽ ആരാധിക്കപ്പെടേണ്ടവനാണ് ധർമ്മസ്വരൂപിയായ ഭഗവാൻ. സൃഷ്ടിയിൽ ധർമ്മമായി നിലനിൽക്കുന്നവൻ. ഭഗവാന്റെ സൃഷ്ടി എവിടെയൊക്കെ ഉണ്ടോ എന്നൊക്കെ ഉണ്ടോ അന്നൊക്കെ ധർമ്മം നിലനിൽക്കും. ഐദർ മാനിഫെസ്റ്റ് ഓർ അൺമാനിഫെസ്റ്റ്. അതായത് ജീവാത്മാവായി ശരീരത്തെ ധരിച്ചില്ലെങ്കിൽ അത് ചേതനയറ്റ ശരീരമായി നശിച്ചു പോകുന്നു. അപ്പോൾ എവിടെയൊക്കെ ഭഗവാന്റെ സൃഷ്ടി ഉണ്ടോ അവിടെയൊക്കെ ധർമ്മത്തിൻ്റെ തീപ്പൊരി ഉണ്ട്. ചിലപ്പോൾ അത് ആളിക്കത്തുന്നൊരു സമാജമായിരിക്കും, അല്ലെങ്കിൽ അത് ഡോർമെൻ്റായിട്ട് കിടക്കുന്നൊരു സമാജമായിരിക്കാം. അതിന്നല്ലെങ്കിൽ നാളെ പുറത്തു വരുന്നുള്ള കാര്യം ഉറപ്പ്. അതിനെ ആചരിക്കേണ്ട സമാജത്തിന് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതില്ലാത്തൊരു സമാജം ഉണ്ടാവില്ല. അത്ര സുലഭമായിട്ട് അങ്ങനെ റെഡിമെയ്ഡായിട്ട് എല്ലാവരും ധർമ്മം അനുഷ്ഠിക്കുന്നവരായിട്ടുള്ളൊരു സമാജം അതും ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? ഭൂരിപക്ഷം ആൾക്കാരും അത് അനുവർത്തിക്കുന്നവരായിരിക്കും. എനിക്കിന്നും 1967 ഞാൻ MBA ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്ത് സ്വാമി ചിന്മയാനന്ദജിൻ്റെ ഗുരു വിശാഖപട്ടണത്ത് വന്നു. ഞാൻ വിശാഖപട്ടണത്താണ് പഠിക്കുന്നത്, ആന്ധ്ര യൂണിവേഴ്സിറ്റിയിൽ. അപ്പോൾ വിശാഖപട്ടണത്ത് യജ്ഞം ഉണ്ടായിരുന്നു. ഞാനന്ന് ചിന്മയ മിഷൻ്റെ സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ ഞാൻ സ്വാമിജിയോട് ചോദിച്ചു, നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ കുട്ടികൾക്കൊരു ക്ലാസ്, ഒരു ദിവസത്തെ ഒരു ടോക്ക് 2 മണിക്കൂർ സ്വാമിജിക്ക് ഫ്രീ ആവുമോ എന്ന് ചോദിച്ചപ്പോൾ യെസ്, കുട്ടികളോട് സംസാരിക്കാൻ സ്വാമിജിക്ക് എപ്പോഴും ഇഷ്ടമാണ്. ഓൾ റൈറ്റ്, ഫിക്സ് ഇറ്റ് അപ്പ് എന്ന് പറഞ്ഞു. ഞാൻ നേരെ ചെന്ന് VC വൈസ് ചാൻസലറെ കണ്ട്, രജിസ്ട്രാറെ കണ്ട് പെർമിഷനൊക്കെ മേടിച്ചപ്പോൾ ആദ്യം അവർ പറഞ്ഞു, ഹിന്ദു സ്വാമി സ്പീക്കിംഗ് ഇൻ യൂണിവേഴ്സിറ്റീസ് ടു ബിഫോർ സ്റ്റുഡൻസ്, വിൽ യു ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി? യെസ് ഐ വിൽ ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി. പറഞ്ഞ് സമ്മതിപ്പിച്ചു. എന്താ സബ്ജക്റ്റ് വേണ്ടത് ചോദിച്ചു. അപ്പോൾ പ്രിൻസിപ്പൾ പറഞ്ഞു, ഐ ഡോണ്ട് വാണ്ട് എനി എന്താ പറയുക കൺവെൻഷണൽ സബ്ജക്ട്സ്. ഇതാ ഈ വാക്കങ്ങ് അവർ ഉപയോഗിച്ചതാണ്. ഐ ഡോണ്ട് വാണ്ട് എനി കൺവെൻഷണൽ സബ്ജക്ട്സ് ലൈക്ക് ഭഗവത് ഗീത ആൻഡ് ഭാഗവതം, ദിസ് ദാറ്റ്, ഓൾ ദീസ് തിങ്സ്, കർമ്മയോഗ, ഓൾ ദീസ് തിങ്സ്. അയാൾക്കത് പറയാൻ തന്നെ ശരിക്കും കിട്ടണില്ല. അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. അയാളാണ് പറഞ്ഞത്, ഐ ഡോണ്ട് വാണ്ട് ഓൾ ദിസ് കർമ്മയോഗ, വാട്ട് ഈസ് ദാറ്റ്, ജ്ഞാനയോഗ, സംതിങ് ലൈക്ക് ദാറ്റ്. I don't want to have all that. It should be a novel subject. You select a subject and let me know. അപ്പോൾ ഞാൻ അപ്പം തന്നെ പറഞ്ഞു, sir, I don't want to select. I will straight away select. Shall we ask Swamiji to talk on civilization? No. Yes, that is a good subject. It will be of interest to students. It's a part of history. No, I don't know history or geography, but I will talk to him. Yes, you talk. അറേഞ്ച് ചെയ്തു. സിവിലൈസേഷനെ കുറിച്ച് സംസാരിക്കാനാണെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പിന്നിൽ വേറൊരു കഥയുണ്ടായി. കഴിഞ്ഞപ്പോൾ പറയുന്നില്ല, അത് എന്നെ വ്യക്തിഗതമായിട്ട് സംബന്ധിക്കുന്ന ഒരു കഥയാണ്. അത് വിടൂ. സബ്ജക്റ്റ് ഇതാണ്, സിവിലൈസേഷൻ. 3:30 മണിക്കാണ് ടോക്ക്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 3:30 മണിക്ക്. അവിടെ ഒരു ഓപ്പൺ എയർ ഓഡിറ്റോറിയം ഉണ്ട്, 12,000 കുട്ടികളെ കൊള്ളും. അത് ഫുള്ളായിട്ടിരിക്കുകയായിരുന്നു. 3:30 3:15 ആകുമ്പോഴേക്കും അത് ഫുള്ളായി. കാരണം അതേ സമയത്ത് അവിടെ യജ്ഞം നടക്കുന്നുണ്ട്. അപ്പോൾ സ്വാമിജിയെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. അപ്പോൾ കുട്ടികളെല്ലാവർക്കും കേൾക്കാൻ വന്നു. കുറേ ആൾക്കാരും വെള്ളം കൂട്ടാൻ വന്നിട്ടുണ്ടാവും, ആയിക്കോട്ടെ. ആയാലും ഓഡിറ്റോറിയം ഫുള്ളായിരുന്നു. 3:30 എന്ന് പറയുമ്പോൾ 3:29+1, 3:30 സ്വാമിജിയുടെ മെതിരി ടക്ക് 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 എന്ന് കാറിന് ഇറങ്ങിയിട്ട് അടിച്ചു വരണ സ്റ്റേജിൻ്റെ മുകളിലേക്ക് നേരെ അങ്ങോട്ട് കയറി ഇൻട്രഡക്ഷൻ 2 മിനിറ്റ്. ഡോണ്ട് സ്പെൻഡ് മച്ച് ഓഫ് ടൈം ഓൺ ഇൻട്രഡക്ഷൻസ്, ഐ വിൽ സ്ട്രേറ്റ് അവേ ഡീൽ വിത്ത് ദ സബ്ജക്റ്റ് എന്നുണ്ട് സ്വാമിജി. ഞാനവിടെ വൈസ് ചാൻസലറോട് അവരാണ് ഇൻട്രഡക്ഷൻ ചെയ്യാതിരിക്കണം. അത് കഴിഞ്ഞ് 2 മിനിറ്റ്, അദ്ദേഹം 2 മിനിറ്റ് എടുത്തുള്ളൂ കേട്ടോ. എന്ത് സ്വാമിജിയുടെ മുമ്പിൽ എന്ത് സംസാരിക്കാനാണ്? അതുകൊണ്ട് അത് സംസാരിച്ച് കഴിഞ്ഞു. സ്വാമിജിയോട് പ്ലീസ് സ്പീക്ക് ടു ദ സ്റ്റുഡൻസ് ഓൺ സിവിലൈസേഷൻ ആണ്. സ്വാമിജി അന്ന് ആദ്യം പറഞ്ഞിട്ടുള്ള ഓപ്പണിംഗ് സെൻറ്റൻസ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. പോയിട്ടില്ല അത്. ആ സെൻറ്റൻസ് എൻ്റെ മനസ്സിൽ നിന്ന് ഇനിയും പോയിട്ടില്ല. അത്രയ്ക്ക്
ഗാംഭീര്യം തുളുമ്പുന്ന ഒരു ഒരു സെൻറ്റൻസ് ആയിരുന്നു അത്. സിവിലൈസേഷനെ അങ്ങനെ അങ്ങോട്ട് സമ്മറൈസ് ചെയ്തിട്ട് ഒരൊറ്റ വരി കൊണ്ട് ആ ഒരു വരി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ദർ വാസ് എ 5 minutes, you believe me, standing ovation from the mischievous students of Andhra University. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്വാമിജിക്ക് തുടങ്ങാൻ പറ്റുള്ളൂ. അതുവരെ ഈ കയ്യുകൊട്ടും കേട്ടിങ്ങനെ നിൽക്കേണ്ടി വന്നു എല്ലാവരും. ശരിക്കും പറഞ്ഞാൽ രോമാഞ്ചം ഉണ്ടായ സമയം അപ്പോൾ അത്. സ്വാമിജി എന്താ പറഞ്ഞറിയോ? തുടക്കം ഓപ്പൺ. നോ, I was invited, and when I was invited I was in two minds whether to come or not to come, but then since Mr. Menon called me I decided to come. ആ വക പരിപാടിയല്ലേ, അതൊന്നുമില്ല. സ്ട്രെയിറ്റ് ഓൺ ദ സബ്ജക്റ്റ്. നേരെ പോഡിയത്തിലേക്ക് വന്നു. സ്റ്റേജിലിരിക്കണവരെ ഇവരൊന്നും ഡിയർ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ ഡിയർ പീപ്പിൾ ഓൺ ദ സ്റ്റേജ്, ഓഫ് ദ സ്റ്റേജിനോ ഇതൊന്നും പറയാനൊന്നുമില്ല. ഒന്നും അദ്ദേഹം പറയാനൊന്നുമില്ല. ഒരു തരത്തിലുള്ള ഫോർമാലിറ്റീസും ഇല്ല. നേരെ കുട്ടികളുടെ മുഖം നോക്കിയിട്ട് സ്ട്രെയിറ്റ് അവേ ഈ സ്റ്റാർട്ടഡ് സെയിങ് വൺ സെൻറ്റൻസ്. ഒറ്റ സെൻറ്റൻസ് എനിക്ക് ഓർക്കുന്നുണ്ട് എപ്പോഴും ഞാൻ. അദ്ദേഹം പറഞ്ഞു, വെൻ എ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ live for a long period of time in a particular geographical and climatic condition, respecting certain values and virtues of life, there emanates in that society a fragrance called culture, which is a measuring rod of civilization. Civilization ആണ് സബ്ജക്റ്റ്. ആ സബ്ജക്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഇനി ആ സബ്ജക്റ്റിനെ കുറിച്ച് എന്താ പറയേണ്ടത്? ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. എനിക്ക് എന്താ പറയുക, പറയാണ്ടിരിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഒന്നുകൂടി പറയാം. വെൻ എ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ live for a long period of time in a particular geographical and climatic condition, respecting certain values and virtues of life, there emanates in that society a fragrance called culture, which is a measuring rod of civilization. ഇതും ഭാസ്കരാചാര്യ പറഞ്ഞതായിട്ട് എന്താ വ്യത്യാസം? യസ്മിൻ ദേശേ ആചാര പരമ്പരാഗത, യസ്മിൻ ദേശേ ആചാര പരമ്പരക്രമാഗത ആത്മാനൈര വിരുദ്ധശ്ച സധർമ്മ പരികീർത്തിതേ. ഈ കൾച്ചറും ഈ സിവിലൈസേഷനും അല്ലേ ധർമ്മം എന്ന് പറയുന്നത്, അല്ലേ? യസ്മിൻ ദേശേ, when a large number of people for a long period of time live in a particular political and geographical and climatic conditions, yasmin deshe achara parambara kramagada, live for a long time respecting certain values and virtues of life, there emanates in that society a fragrance called culture, which is the measuring rod of civilization. എന്ത് പറയണു? അതാണ് ധർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ ഭഗവാന് ധർമ്മം എന്നുള്ള നാമം ആണ് വരാൻ കാരണം. ബിക്കോസ് ഈസ് സോ സട്ടിൽ. എല്ലാറ്റിനെയും ധരിക്കുന്നവൻ എന്നർത്ഥം. ധാരയതേ ഇതി ധർമ്മ. സൃഷ്ടികളെല്ലാം ധരിക്കുന്നവൻ, സൃഷ്ടികളിൽ പൂർണ്ണ അവരിൽ ഒന്നായി അവരെ കൊണ്ടു നടക്കുന്നവൻ എന്നർത്ഥം. മനസ്സിലായി? അതാണ് ധർമ്മ എന്നുള്ള വാക്ക്. ലളിതാ സഹസ്രനാമത്തിൽ എന്ത് പറയുന്നുണ്ട് കേട്ടോ? 2 നാമങ്ങൾ പറയുന്നുണ്ട്. ധർമാധാര എന്നൊരു നാമം പറയുന്നുണ്ട്. ഒരിക്കലും ധർമാധാര, ധർമാധാര ധനാധ്യക്ഷ ധനധാന്യ വിവർദ്ധിനി. ധർമാധാര എന്ന് വെച്ചാൽ താങ്ങി നിൽക്കുന്നവൾ എന്നർത്ഥം. ഭൂമിയെ താങ്ങി നിൽക്കുന്നവൾ ദേവിയാണ്. ഉണ്ടാണ് ധർമാധാര ധനാധ്യക്ഷ ധനധാന്യ വിവർദ്ധിനി എന്ന് പറയുന്നത്. ഇത് കൊണ്ടുവേണ്ട 2 നാമങ്ങളും കൂടി ലളിതാസഹസ്രനാമത്തിനുണ്ട്. ധർമ്മിണി എന്നും ധർമ്മവർദ്ധിനി എന്നും. 2 അടുത്തടുത്തുള്ള നാമങ്ങളാണ്.
ധരാധരസുധാധന്യ ധർമ്മിണി ധർമ്മവർദ്ധിനി. ധർമ്മിണി മീൻസ് ധർമ്മനിഷ്ഠയുള്ളവൾ. ധർമ്മവർദ്ധിനി എന്ന് വെച്ചാൽ ധർമ്മത്തെ അനുക്രമം വളർത്തുന്നവൾ. മനുഷ്യരിൽ അമ്മയുടെ സൃഷ്ടിയിൽ ധർമ്മത്തെ മെല്ലെ 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 സൗകര്യമുള്ളപ്പോൾ ഒക്കെ വളർത്തുന്നവൾ. നമ്മളറിയാതെ തന്നെ നമ്മളിൽ ധർമ്മം വളർത്തിയെടുക്കുന്നവൾ അമ്മയുടെ തരംഗത്തിൽപ്പെട്ടാൽ. ധരാധരസുധാധന്യ ധർമ്മിണി ധർമ്മവർദ്ധിനി. അതാണ് ധർമ്മ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. അത് നിർത്താം നമുക്ക്. ഞാൻ പറഞ്ഞ പോലെ ധർമ്മം ഇതൊന്നുമല്ല, വ്യാഖ്യാനിക്കേണ്ടത് ഇങ്ങനെയൊന്നും അല്ല. എനിക്ക് നല്ലോണം അറിയാം. അതൊക്കെ ഒരു പണ്ഡിതൻ്റെ കയ്യിൽ ഈ ധർമ്മം എന്നുള്ള വാക്ക് കിട്ടിയാണ്ടല്ലോ നിങ്ങളെവിടെ ഒരാഴ്ച പിടിച്ചിരുത്തും. അതിൻ്റെ ഒരു അംശം ഞാൻ പറഞ്ഞിട്ടില്ല, മനസ്സിലായല്ലോ. ഇത് എത്രയോ വിപുലമായിട്ടുള്ളൊരു സബ്ജക്റ്റാണ് ധർമ്മം എന്ന് വെച്ചാൽ. 2 അക്ഷരമേ ഉള്ളൂ, പക്ഷേ 2 ജന്മത്തിന് മനസ്സിലാക്കാനുള്ള വകുപ്പ് അതിലുണ്ട്. അതൊന്ന് മനസ്സിലാക്കാം. നമുക്ക് പറ്റുന്ന പോലെ നമ്മളെ കൊണ്ട് സഹായിക്കില്ലല്ലോ ധർമ്മം എന്നുള്ളതിൻ്റെ അർത്ഥം മുഴുവൻ നമുക്ക് മനസ്സിലാക്കാൻ. നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ മനസ്സിനും അനുസരിച്ചിട്ടില്ലേ എനിക്കത് പറഞ്ഞുതരാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുമായിരിക്കാം, പക്ഷെ എനിക്ക് ആദ്യം പറഞ്ഞുതരാൻ എൻ്റെ ഉപാധിക്ക് കഴിവ് വേണ്ടേ അതിൽ കൂടുതൽ ഉൾക്കൊള്ളാൻ. നാഴിക്കകത്തോർക്കുകിൽ 4 നാഴി വാഴില്ല നല്ല ആഴിയിൽ മുക്കിയാലും. എൻ്റെ കയ്യിൽ ആകപ്പാട്ടൊരു നാഴിയേ ഉള്ളൂ ഈ അന്ധകരണത്തിൽ. ഈ നാഴിയിൽ എങ്ങനെയാണ് 4 നാഴി കൊള്ളിക്കുക? ഏത് കടലിൽ കൊണ്ട് മുക്കിയ എന്താ? ആ കടലിൽ ഈ നാഴിയല്ലേ കൊള്ളുള്ളൂ. കുടത്തിൽ കൊള്ളുവതേ കൊള്ളൂ കടലിൽ തന്നെ മുക്കിലും. കൊണ്ടുപോയ കുടത്തിൽ കൊള്ളാവുന്നതല്ലേ കൊള്ളുള്ളൂ. 2 കുടം വെള്ളം 1 കുടം വെള്ളത്തിൽ കൊണ്ടുവരാൻ പറ്റുമോ? ധാരാളം വെള്ളം ഉണ്ടെന്ന് ചോദിച്ചിട്ട് പറ്റില്ല. അപ്പോൾ ഈ പറയുന്ന ആൾക്ക് ഒരു ഉപാധിയുടെ പരിമിതിയുണ്ട്, കേൾക്കുന്നവർക്കും ഉപാധിയുടെ പരിമിതിയുണ്ട്. അതുകൊണ്ട് നമുക്ക് 2 പേർക്കും പരിമിതി ഉള്ളവരാണ്. തൽക്കാലം നമുക്ക് ധർമ്മം എന്നുള്ള വാക്കിനെ ഇവിടെ തൽക്കാലം നിർത്തുക. നമുക്ക് അടുത്ത നാമത്തിലേക്ക് കിടക്കുക. ധർമ്മവിദുത്തമ 404. ധർമ്മവിദുത്തമ മീൻസ് ധർമ്മജ്ഞരിൽ ശ്രേഷ്ഠൻ. അതന്നെയാണ് എന്താ പറയുക, ഭീഷ്മർ വിടുന്നില്ല ധർമ്മം എന്ന് പറയുമ്പോൾ. കാരണം അത് അദ്ദേഹം അനുഷ്ഠിച്ച ആളാണേ, ധർമാനുഷ്ഠാനം അനുഷ്ഠിച്ച ആളാണ് അദ്ദേഹം. അതുകൊണ്ട് ധർമ്മം എന്ന് പറഞ്ഞാൽ പിന്നെ ഹാലിളകാണ്. അപ്പം ധർമ്മവിദുത്തമ, ധർമ്മജ്ഞരിൽ ശ്രേഷ്ഠൻ. അപ്പം ബ്രഹ്മാദികളായ ദേവന്മാർ, മനുക്കള് തുടങ്ങിയവരൊക്കെ ധർമ്മം നല്ലവണ്ണം മനസ്സിലാക്കിയവരാണ്. ഇവർക്കൊക്കെ നല്ലവണ്ണം ധർമ്മത്തെക്കുറിച്ച് നല്ല സൂക്ഷ്മമായിട്ടുള്ള അറിവുണ്ട്. എല്ലാവരെക്കാളും പൂർണ്ണമായി അറിയുന്നത് ധർമ്മജ്ഞരിൽ ഉത്തമനാണ്. അതായത് ധർമ്മവിധാതായ ഭഗവാൻ തന്നെ, ധർമ്മത്തിനെ സൃഷ്ടിച്ച ഭഗവാൻ തന്നെയാണ് ധർമ്മത്തിൽ വിദുത്തമൻ. ധർമ്മശാസനങ്ങളാണല്ലോ ശ്രുതി, സ്മൃതി, ആഗമങ്ങൾ ഇതെല്ലാം. അത് വന്നത് എവിടുന്ന? ഭഗവാനിൽ നിന്ന് തന്നെയല്ലേ. അതുകൊണ്ട് ധർമ്മവിദുത്തമ, ധർമ്മജ്ഞന്മാരിൽ വെച്ച് ഉത്തമനാണ് ഭഗവാൻ. കാരണം ഭഗവാനിൽ നിന്നാണ് വേദങ്ങൾ വഴി, ആഗമങ്ങൾ വഴിയും, സ്മൃതി വഴിയും ഒക്കെ എല്ലാം ധർമ്മങ്ങൾ പുറത്തേക്ക് വന്നത്. ഇതെല്ലാം ഭഗവാന്റെ ശ്വാസോച്ഛ്വാസമാണ്. അപ്പോൾ അദ്ദേഹം ധർമ്മവിദുത്തവനല്ലാണ്ടിരിക്കുമോ? അത് അങ്ങനെ ഇരിക്കട്ടെ. പിന്നെ നമുക്ക് അടുത്ത നാമത്തിലേക്ക് കിടക്കാം. 405 വൈകുണ്ഠ. കുണ്ഠം എന്ന് വെച്ചെങ്കിൽ തടയുക എന്നുള്ള അർത്ഥമാണ്. സ്റ്റോപ്പ് ഇറ്റ്, തടയുക. വൈ എന്ന് വെച്ചെങ്കിൽ ഭൂതഗതി, ഒരു പ്രത്യേക രീതിയിലുള്ള ഗതി, തെറ്റായിട്ടുള്ളൊരു ഗതി, ഒരു അൺഓർഗനൈസ്ഡ് ഗതി, ഒരു അൺഓർഗനൈസ്ഡ് പോക്ക്. അതാണ് ഭൂതഗതി എന്ന് പറയുന്നത്. അപ്പോൾ ഭൂതഗതി തടസ്സം ചെയ്യുവാൻ തെറ്റായ മാർഗത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നവൻ ആണ് വൈകുണ്ഠൻ. അത് ഒരർത്ഥം. വികുണ്ഠനായി അവതരിച്ചിട്ട് വൈകുണ്ഠം സൃഷ്ടിച്ചവൻ എന്ന് പുരാണങ്ങളിൽ പറയുന്നുണ്ട്.
ഭൂതഗതി തെറ്റിച്ച് നേർവഴിക്ക് നടക്കുന്നവനെ, ദിശാബോധമില്ലാത്തവരെ പോകുന്ന വഴിക്ക് വ്യവസ്ഥപ്പെടുത്തിയെടുക്കുക, അവരുടെ വഴി വ്യവസ്ഥയാക്കി കൊടുക്കുക, വഴി തെളിച്ചു കൊടുക്കുക, തെറ്റായ മാർഗത്തിലൂടെ പോകുന്നവർ. അതാണ് വൈകുണ്ഠ. ഇന്ന് നമ്മൾ കാണുന്ന ഈ പഞ്ചീകൃതപ്പെട്ട മഹാഭൂതങ്ങൾ, അഗ്നി, വായു, ഭൂമി, ആകാശം, ജലം, ഇതൊക്കെ പഞ്ചീകൃതപ്പെട്ടതാണ്. ഓൾറെഡി ഒരിക്കൽ റിഫൈൻ ചെയ്തതാണ് ഇതൊക്കെ. പഞ്ചീകരണം എന്നുള്ള പ്രോസസ്സ് പോയതാണ്. പഞ്ചീകരണം എന്താണെന്ന് നമുക്ക് പിന്നെ കാണാം. അതിപ്പോൾ പറഞ്ഞാൽ ഈ നാമം അവിടെ നിൽക്കും. അപ്പോൾ എല്ലാം പഞ്ചീകരണപ്പെട്ടതാണ്. പഞ്ചീകരണം എന്ന് വെച്ചെങ്കിൽ വേറെ ഇത്രയേ ഉള്ളൂ. ഇന്ന് കാണുന്ന അഗ്നിയിൽ മറ്റ് 4 പദാർത്ഥങ്ങളുണ്ട്. വായുവുണ്ട്, ഭൂമിയുണ്ട്, ആകാശമുണ്ട്, ജലമുണ്ട്, ഒരംശം. അതുപോലെ വായുവിൽ അഗ്നിയുണ്ട്, ഭൂമിയുണ്ട്, ആകാശമുണ്ട്, ജലമുണ്ട്. മെയിൻ അംശം വായു, അഗ്നിയിൽ മെയിൻ അംശം അഗ്നി. ബാക്കി 50% അഗ്നിയിൽ വായു, ഭൂമി, ആകാശം, ജലം, ഇതെല്ലാം 25% അല്ല, അതായത് പെർസെൻറ്റേജിൽ 12% വീതം 4 ഭാഗങ്ങളായിട്ട് 12 48 12 50% ആയിട്ട് അങ്ങനെ നിൽക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന അഗ്നിയിൽ 50% അഗ്നിയാണ്. ബാക്കി ആ 50%-ൽ 12% വായു, 12% ഭൂമി, 12% ആകാശം, 12% ജലം, ഇതെല്ലാം അതിലുണ്ട്, സൂക്ഷ്മമായിട്ടുണ്ട് അതിൽ. അതുപോലെ തന്നെ വായുവിൽ 50% വായുവാണ്. ബാക്കി 50% വായുവിൽ അഗ്നി, ഭൂമി, ആകാശം, ജലം. അപ്പം എന്ത് പറ്റുന്നു? ഈ അഗ്നിയിലെ 50% അഗ്നി ബാക്കി 4 ആൾക്കാർക്ക് തന്നെ അംശം 4 ഭാഗമായിട്ട് വീതിച്ചു കൊടുക്കുന്നു. അതാണ് പഞ്ചീകരണം എന്നുള്ള പ്രോസസ്സ്. അത് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യണം. തൽക്കാലം ഇത്രയും മനസ്സിലാക്കിയാൽ മതി. നമ്മൾ കാണുന്ന ഈ പഞ്ചമഹാഭൂതങ്ങളിൽ മറ്റുള്ള ഭൂതങ്ങളുടെ അംശങ്ങളും കൂടി കുറച്ചുണ്ട്. അങ്ങനെ 5 കൂടി യോജിപ്പിച്ചതാണ് പഞ്ചീകൃതം. അത് ചെയ്തതും ഭഗവാൻ തന്നെയാണ്. അതൊരു പ്രോസസ്സാണ്. കാരണം ഇത് ഒന്നുമില്ലാണ്ട് വെറും വെള്ളം അങ്ങോട്ട് കിട്ടിയിട്ട് എന്താ കാര്യം? വെള്ളത്തിൻ്റെ ഒരു രസം വേണ്ടേ, ഒരു ഗന്ധം വേണ്ടേ? കുടിക്കാൻ പറ്റില്ലല്ലോ. ഇൻ ഇറ്റ്സ് പ്യൂറസ്റ്റ് ഫോം വാട്ടർ ഈസ് യൂസ്ലെസ്. അതിനെ നമുക്ക് ഉപകരിക്കണമെങ്കിൽ അത് പഞ്ചീകൃതപ്പെടണം. അതുകൊണ്ട് ഭഗവാൻ അതിനെ പഞ്ചീകരിച്ചു. വൈകുണ്ഠ, ദിശാബോധമില്ലാതെ കിടന്നിരുന്ന 5 മഹാഭൂതങ്ങളെയും ഒന്ന് പരിഷ്കരിച്ചു, ഒന്ന് റിഫൈൻ ചെയ്തു. അപ്പോൾ ഈ അന്ന് നമ്മൾ കാണുന്ന ഈ 5 മഹാഭൂതങ്ങൾ പരിഷ്കരിച്ചതിൻ്റെ ശേഷവും യോജിപ്പും ദിശാബോധവും ഇല്ലാതെ സഞ്ചരിക്കുകയായിരുന്നു. അതായത് താന്തോന്നികളായിട്ട്, അന്യോന്യം ബന്ധമില്ലാതെ. അഗ്നിയുടെ വഴിക്ക് പോവും, വായുവിൻ്റെ വായുവിൻ്റെ കാര്യം പറയണം കേട്ടോ, അപ്പോഴത്തൊന്നല്ല. നമ്മുടെ നിന്ന് ആലോചന എത്താത്ത സമയത്ത് ആദ്യകാലത്തെ കാര്യങ്ങളാണ് പറയണത്. വായുവിൻ്റെ വഴിക്ക്, ഭൂമിയുടെ വഴിക്ക്, ആകാശത്തിൻ്റെ വഴിക്ക്, ജലത്തിൻ്റെ വഴിക്ക്. ഒരു കോർഡിനേഷനും ഇല്ല അവർ തമ്മിൽ. പിന്നെ അതെങ്ങനെയാണ് നമ്മളവർ ഉപയോഗിക്കുക? ഇതായിരുന്നു അവരുടെ പോക്ക്. അത് ദിശാബോധമില്ലാത്ത പോക്കായിരുന്നു, ചിതറിക്കിടക്കുകയായിരുന്നു. അപ്പോൾ ഈ ചിതറിക്കിടക്കുന്ന പഞ്ചമഹാഭൂതങ്ങളെ അന്യോന്യം ചേർത്ത് സൃഷ്ടികൾക്ക് ഉപകാരപ്പെടുന്ന വണ്ണം ആക്കി തീർത്ത് ഭഗവാനാ. അതാണ് വൈകുണ്ഠ എന്ന് പറയാൻ കാരണം. വെറും സങ്കല്പത്താൽ, അങ്ങോട്ട് വരിക, എൻ്റെ കൂടെ ചേരുക, താൻ അങ്ങോട്ട് പോയിക്കോളുക, അയാളുടെ കൂടെ ചേർന്നോളുക. ഇങ്ങനെ അന്യോന്യം യോജിപ്പിച്ച് ഈ പഞ്ചമഹാഭൂതങ്ങളെ സൃഷ്ടികൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാക്കി. എങ്ങനെയാക്കിയത്? ഭൂമിയും ജലവുമായിട്ട് അങ്ങോട്ട് ചേർത്തു. അതുകൊണ്ടാണ് ഭൂമിയുടെ 75% വെള്ളം എന്ന് പറയാൻ കാരണം. ഭൂമിയും ജലവും കൂടിയിട്ടൊരു ബന്ധം ഉണ്ടാക്കി. മനസ്സിലായില്ലേ? ആകാശവും വായുവായിട്ടൊരു ബന്ധം ഉണ്ടാക്കി അല്ലേ? നമ്മൾ കാണുന്നതല്ലേ ഇതൊക്കെ. വായു എവിടെ? ആകാശത്തിലല്ലേ. വായുവിൻ്റെ മെയിൻ സ്ഥലം ആകാശമല്ലേ, അല്ലാണ്ട് വെള്ളത്തിലും തീയിലും അല്ലല്ലോ. തീയിലും വെള്ളത്തിലും ഉണ്ട്, പക്ഷെ മെയിൻ അവിടെ അല്ലേ. അപ്പോൾ അവർ രണ്ടായിട്ടൊരു ബന്ധം ഉണ്ടാക്കിച്ചു. അപ്പോൾ ജലത്തിനെ ഭൂമിയായിട്ട് യോജിപ്പിച്ചു, ആകാശത്തിനെ വായുവായിട്ട് യോജിപ്പിച്ചു. 4 കഴിഞ്ഞില്ലേ, ഇനി പാരാ ബാക്കിയുള്ളത് വായുവിനെ അഗ്നിയോടും കൂടി യോജിപ്പിച്ചു. അപ്പോൾ ഒരു അഗ്നിക്കൊരു ഡബിൾ ബന്ധമായി. വായുവിനോടും ബന്ധമുണ്ട് അഗ്നിക്ക്,
ഭൂമിയോടും സോറി, വായുവിനോടും ബന്ധമുണ്ട്, ആകാശത്തെ വായുവിനോടും, വായുവിന് അഗ്നിയോടും, അഗ്നിക്ക്. ഭൂമിയെ ജലത്തോട്, ഭൂമി കഴിഞ്ഞു, ജലവും കഴിഞ്ഞു. ആകാശത്തെ വായുവിനോട്, നാളണം കഴിഞ്ഞു. പിന്നെ ബാക്കിയുള്ള എന്താ? അഗ്നിയോടാണ്. ആ അഗ്നിയോട് ആരെ യോജിപ്പിച്ചേ? വായുവിനെ അഗ്നിയോട് യോജിപ്പിച്ചു. അപ്പം 5 ആളും കഴിഞ്ഞില്ലേ? അപ്പോൾ വായു 2 ആളോട് യോജിച്ച് നിൽക്കുന്നു. ആകാശത്തിനോടും യോജിക്കുന്നു, അഗ്നിയോടും യോജിക്കുന്നു. അപ്പോൾ വായുവിന് 2 ബന്ധമുണ്ട്. ഒന്ന് ആ ബ്രദറിലോ, ഒന്ന് ഈ ബ്രദറിലോ. ഒന്ന് ഭാര്യയുടെ അനിയൻ, മറ്റേത് പെങ്ങളുടെ ഭർത്താവ്. ആ 2 ബന്ധമാണ്. ആർക്ക്? അഗ്നിക്ക്. വായുവിനോടും ബന്ധമുണ്ട്, അഗ്നിയോടും ബന്ധമുണ്ട്, ആകാശത്തിനോടും ബന്ധമുണ്ട്. വായു ഇസ് റിലേറ്റഡ് ടു ആകാശം. അപ്പോൾ ക്ലിയർ ആയില്ലേ? ഞാൻ ഒന്നുകൂടിയും പറയാം. ഭൂമിയെ ജലത്തിനോട് ബന്ധിച്ചു. തിങ്ക് ഓവർ. ഭൂമിയെ ജലത്തിനോട് ബന്ധിച്ചു, ആകാശത്തെ വായുവിനോട് ബന്ധിച്ചു, വായുവിനെ അഗ്നിയോട് യോജിപ്പിച്ചു. അപ്പോൾ ഇല്ലേ 5 യോജന ആയില്ലേ? 5 യോജനയിൽ ഈ വായുവിനെ ആകാശത്തിനോടും അഗ്നിയോടും യോജിപ്പിച്ചു. എന്നല്ല 5 ശരിയാവുള്ളൂ. നോക്കൂ, എന്തൊരു കോമ്പിനേഷനാണ്. നോക്കൂ, ആ യോജിപ്പിച്ചത് കൊണ്ടാണ് വൈകുണ്ഠ എന്ന് പറയാൻ കാരണം. ഇത് നമ്മൾ പറയുന്നത് ശാന്തിപർവ്വത്തിൽ, മഹാഭാരതത്തിൽ ശാന്തിപർവ്വത്തിൽ പറയേണ്ടതാണ്. മയാ സംശ്ലേഷിത ഭൂമി അബ്ധിർഭിർ വ്യോമച വായു വായുശ്ച തേജസാം സാർദ്രം വൈകുണ്ഠത്വം തതോ മയാ. മായാ സംശ്ലേഷിത ഭൂമി അബ്ധിർ, ഭൂമി വെള്ളമായിട്ട് യോജിപ്പിച്ചു. വ്യോമച മാ വായു, വ്യോമം വായുവായിട്ട് യോജിപ്പിച്ചു. ആകാശം വായുവായിട്ട് യോജിപ്പിച്ചു. വായു തേജസാ സാർദ്രം, വായുവിനെ അഗ്നിയായിട്ടും യോജിപ്പിച്ചു. വൈകുണ്ഠത്വം തതോപമ, അങ്ങനെ വൈകുണ്ഠനായി എന്ന് പറയാം. മനസ്സിലായോ? അപ്പം ഇതുപോലെ തന്നെ ഭക്തന്മാരുടെ പ്രയത്നങ്ങളും ഏകോപിപ്പിച്ച് അവരുടെ മാർഗമധ്യത്തിലുണ്ടാകുന്ന വിഘ്നങ്ങളെല്ലാം തട്ടി നീക്കി മാർഗം സുഗമമാക്കി മുന്നോട്ട് പോകാനുള്ള വഴി തെളിച്ചു കൊടുക്കുന്നു. വൈകുണ്ഠ. റിമൂവർ ഓഫ് ഓബ്സ്റ്റിക്കിൾസ്. ഗണപതി മാത്രമല്ല എന്നർത്ഥം. അതുകൊണ്ടായിരിക്കാം വിഷ്ണു സഹസ്രനാമം ചെല്ലുമ്പോൾ വിശ്വം വിഷ്ണു ഷഡ്കാരം ഒന്ന് ചെല്ലുന്നതിന് മുമ്പ് ഗണപതിയെ പ്രാർത്ഥിച്ച് ചെല്ലണമല്ലേ? അല്ലേ? പിന്നെ വൈകുണ്ഠത്തിൽ വേറൊരർത്ഥം പറയുന്നത്, വൈകുണ്ഠം സൃഷ്ടിയെപ്പറ്റി പറയുകയാണെങ്കിൽ, വൈകുണ്ഠം സൃഷ്ടിച്ചതിനെ പറ്റി പറയുകയാണെങ്കിലും ഭഗവാൻ തന്നെയാണ് വൈകുണ്ഠൻ. രൈവത എന്ന 5ാമത്തെ മന്വന്തരം, നമ്മളിപ്പോൾ 7ാമത്തേക്കാണ്. 5ാമത്തെ മന്വന്തരത്തിൽ ശുഭ്രനും വികുണ്ഠനും തമ്മിലുണ്ടായ ഒരു പുത്രനായി ഭഗവാൻ വൈകുണ്ഠൻ എന്ന നാമത്തിൽ അവതരിച്ചു. ഒരു കുട്ടി അവതാരം, ദശാവതാരത്തിൽപ്പെട്ട ഒന്നല്ല, ഒരു കുട്ടി അവതാരം. വൈകുണ്ഠൻ എന്നുള്ള പേരിൽ അവതരിച്ചു. ലക്ഷ്മി ദേവിയെ തന്നെ രമ എന്നുള്ള പേരിൽ അദ്ദേഹത്തിന് കല്യാണം കഴിച്ചു കൊടുത്തു, പത്നിയാക്കി. അപ്പോൾ കല്യാണം കഴിഞ്ഞപ്പോൾ ഒരു ഹണിമൂണിന് പോകാനായിട്ടുള്ള സ്ഥലം എവിടെയാണ് വേണ്ടതെന്ന് പറഞ്ഞപ്പോൾ വൈകുണ്ഠം പറഞ്ഞു, ഞാനൊരു സ്ഥലം ഉണ്ടാക്കാം, അങ്ങോട്ട് പോകാൻ നമുക്ക് പറഞ്ഞു. അതുകൊണ്ട് അങ്ങനൊരു സ്ഥലം ഉണ്ടാക്കിയതാണ് അത്രേ വൈകുണ്ഠം. ഇവരുടെ ലക്ഷ്മിയുടെയും നാരായണൻ്റെയും വൈകുണ്ഠൻ്റെയും രമയുടെയും പണ്ട് ഒരു അവതാരത്തിൽ നടന്ന കാലത്ത് സൃഷ്ടിച്ചതാണ് ഹണിമൂണിന് പോകാനായിട്ട് വൈകുണ്ഠം. അവർക്ക് സുഖമായിട്ട് താമസിക്കാൻ ഉള്ളതാണ് വൈകുണ്ഠം എന്നൊരു പുരാണ പ്രസിദ്ധമായിട്ടുള്ളൊരു കഥയുണ്ട്. അതുകൊണ്ട് വൈകുണ്ഠൻ എന്ന പേര് വന്നു. അടുത്തത് പുരുഷ. ഈ
വിഷ്ണു സഹസ്രനാമത്തിൻ്റെ ആദ്യ ഭാഗത്ത് പുരുഷ എന്നൊരു പദം വന്നിട്ടുണ്ടല്ലേ? ഓർമ്മയുണ്ടോ? അതൊക്കെ അടിയിൽ പെട്ടിട്ടുണ്ടാവില്ലേ? അവ്യയ പുരുഷസാക്ഷി പുരുഷ. അതേ അർത്ഥം തന്നെയാണ് ഇവിടെയും. പുരത്തിൽ വസിക്കുന്നതിനാൽ പുരുഷൻ. ഈ ശരീരം ഒരു പുരാണ്. നവദ്വാരേ പുരേ ദേഹി, 9 കവാടങ്ങളുള്ള ഒരു നഗരമാണ് ഈ ശരീരം. അതിൻ്റെ ഉള്ളിൽ അങ്ങനത്തെ ഒക്കെ വർക്കാണ് ഉള്ളിൽ കിടക്കുന്നത് എല്ലാം. അല്ലേ? അപ്പോൾ ഇതൊരു ദേഹം എന്ന് പറയുന്നത്, ഒരു ശരീരം എന്ന് പറയുന്നത് ഒരു പുരമാണ്, ഒരു പുരിയാണ്, ഒരു നഗരമാണ്. 9 കവാടങ്ങളുള്ള. നവദ്വാരേ പുരേ ദേഹി. ഭഗവാൻ സകല പുരങ്ങളിലും സകല ശരീരങ്ങളിലും ശയിക്കുന്നവൻ. അതുകൊണ്ട് പുരുവിൽ ശയിക്കുന്നവൻ പുരുഷൻ. നമ്മളുടെ എല്ലാ ശരീരത്തിൽ കുടികൊള്ളുന്നവൻ ആരാ? പുരുഷൻ. അതുകൊണ്ടാണ് പുരുഷോത്തമ യോഗത്തിൽ പറഞ്ഞിരിക്കുന്നത് സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ട, സർവസ്യ ച അഹം സന്നിവിഷ്ട. എല്ലാവരിലും ഞാൻ സന്നിവിഷ്ടനാണ് അർജുന. പുരുഷോത്തമ പ്രാപ്തി യോഗത്തിൽ തന്നെ അത് പറഞ്ഞിരിക്കുന്നത്. സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ട. ശരീരത്തിനെ പുരമായിട്ട് കണക്കാക്കും, നഗരമായിട്ട് കണക്കാക്കും, ക്ഷേത്രമായിട്ട് കണക്കാക്കും. ക്ഷേത്രമായിട്ട് കണക്കാക്കിയാലും ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് ക്ഷേത്രജ്ഞാം ചാഭിമാം വിദ്ധി സർവക്ഷേത്രേഷു ഭാരത. ഇനിയിപ്പോൾ ക്ഷേത്രമായിട്ട് കണക്കാക്കിയിട്ടില്ല, പുരായിട്ട് കണക്കാക്കിയിട്ടില്ല, മനുഷ്യനായിട്ട് കണക്കാക്കിയിട്ടില്ല എന്ന് വെച്ചാൽ അവിടെയും ഹൃദ്ദേശേ അർജുന തിഷ്ഠതി. എല്ലാ ഹൃദയങ്ങളിലും അർജുന ഞാൻ തന്നെ തിഷ്ഠനായിരിക്കണം. എല്ലാ ജീവജാലങ്ങളിലും ഞാൻ തന്നെയാണ്. ഹൃദ്ദേശേ അർജുന തിഷ്ഠതി. അപ്പോൾ പുരുഷൻ എന്ന് വെച്ചെങ്കിൽ നമ്മളുടെ ശരീരത്തിൽ കുടികൊള്ളുന്നവൻ, പുരുഷനായിരിക്കുന്നവൻ. നമ്മളുടെ ഉള്ളിലെ സത്വ സത്വ തമോ രജോ ഗുണങ്ങൾ, സാതാര, സത്വ തമോ രജോ ഗുണങ്ങൾ ആയിരിക്കുന്ന 3 കൂടി കൂട്ടിച്ചേർത്താൽ സാതാര, സ്ത്രീ. ആ സ്ത്രീ എന്നുള്ളതിനെ മാറ്റി പുരുഷനാക്കി മാറ്റാനുള്ള പ്രക്രിയയായിട്ട് അദ്ദേഹം പുരുഷനായിട്ട് നമ്മുടെ ശരീരത്തിൽ ജീവിക്കുകയാണ്. കാരണം ജീവാത്മാവ് എപ്പോഴും സ്ത്രൈണ സ്വഭാവമാണ്. പുരുഷന് മാത്രമേ പുരുഷ സ്വഭാവമുള്ളൂ. അങ്ങനെ പുരുഷ സ്വഭാവമുള്ള ജീവാത്മാവിനേക്കാൾ മുകളിലിരിക്കുന്ന പുരുഷനാണ് പുരുഷോത്തമൻ, പുരുഷന്മാരിൽ വെച്ച് ഉത്തമൻ. എല്ലാ ജീവജാലങ്ങളും പുരുഷന്മാർ തന്നെയാണ്, ഭഗവാന്റെ അംശം തന്നെയാണ്. അങ്ങനെയുള്ള ജീവജാലങ്ങളിൽ അവരുടെയൊക്കെ അപ്പുറത്ത് വേറൊരാൾ ഹൃദയശേ അർജുന തിഷ്ഠതി, ഹൃദയത്തിലിരിക്കുന്ന ഒരാളുണ്ട്, പ്രത്യേകിച്ച് ഹൃദയത്തിലിരിക്കുന്ന ആൾ. അദ്ദേഹം ആരാണ്? പുരുഷോത്തമൻ. ആ പുരുഷോത്തമനെയാണ് പ്രാപ്തി വ്യാക്കേണ്ടത്. അതുകൊണ്ടാണ് പുരുഷോത്തമ പ്രാപ്തി യോഗം എന്ന് പറയുന്നത്. അപ്പോൾ അത് പുരുഷ പറയുന്ന മതി. അടുത്ത നാമം നാളെ നമുക്ക് നോക്കാം. അതുവരെ എല്ലാവർക്കും ഹരി ഓം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. കൃഷ്ണ, ഗുരുവായൂരപ്പ, ഭഗവാനീ രക്ഷിക്കണേ.